ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹത്തിന്റെ പ്രതികരണം ഫലം കാണുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഹൈദരാബാദിൽ നിന്ന് എത്തിക്കുകയും അത് മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുകയും ചെയ്തു, തുടങ്ങുകയും ചെയ്തു എന്നൊരു നല്ല വാർത്ത കൂടി ഇവിടെ വരുന്നുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, അപ്പോൾ ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം തുറന്നു പറഞ്ഞതിന്റെ ഫലം കണ്ടു തുടങ്ങി. അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും ഉറപ്പില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ വേഗം ഉപകരണങ്ങൾ എത്തി പ്രതീഷ്, അല്ലേ? ഹാഷ്മി, തീർച്ചയായും. കാരണം മെഡിക്കൽ കോളേജിൽ നിന്ന് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ചില ഉപകരണങ്ങളുടെ അഭാവമായിരുന്നു ശസ്ത്രക്രിയ മാറ്റിവെക്കാൻ കാരണമായത്. അത് പ്രധാനമായി കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട ഈ ശസ്ത്രക്രിയ നടത്തുന്ന ചില ഉപകരണങ്ങൾ ഇല്ലായിരുന്നു. ഹൈദരാബാദിൽ നിന്നാണ് സാധാരണ ഈ ഉപകരണങ്ങൾ എത്തിക്കുന്നത്. ഇതിൽ പർച്ചേസ് ഓർഡർ നൽകുന്നതിനടക്കം വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതായിരുന്നു ഡോക്ടറുടെ പരാതി. ഈ പരാതിക്ക് പിന്നാലെ ഡോക്ടർ ഒരു ഫേസ്ബുക്കിൽ തുറന്നു പറഞ്ഞതോട് കൂടിയാണ് ഇതിൽ മെഡിക്കൽ വകുപ്പ് DME ഉൾപ്പെടെയും ഒപ്പം ആരോഗ്യ വകുപ്പും കാര്യമായി ഇടപെടുന്നത്. തുടർന്ന് അടിയന്തര നിർദ്ദേശം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ഹൈദരാബാദിൽ നിന്ന് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിച്ചത്. ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിച്ചതോടുകൂടി തന്നെ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ രാവിലെ തന്നെ പുനരാരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഹാരിസ് ഡോക്ടറുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ഈ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ നിലവിൽ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നടക്കുകയാണ്. നേരത്തെ ഹാരിസ് ഡോക്ടർ പങ്കുവച്ച കുറിപ്പിൽ പല വാചകങ്ങളും വൈകാരികമായിരുന്നു. ഒരു വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മാറ്റിവെച്ചു, അത് തന്റെ മകന്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടേതായിരുന്നു എന്ന് ഓർക്കുമ്പോൾ തനിക്ക് ലജ്ജയും മനോവിഷമവും തോന്നുന്നു എന്നതായിരുന്നു ഹാരിസ് ഡോക്ടറുടെ പ്രതികരണം. ഇതുൾപ്പെടെ വലിയ ചർച്ചയായതോടുകൂടിയാണ് ഒരു താൽക്കാലികമായെങ്കിലും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവം യൂറോളജി വിഭാഗത്തിൽ മാറിയിട്ടുള്ളത്. പക്ഷേ മെഡിക്കൽ കോളേജിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഇപ്പോഴും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവം ഉണ്ട് എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. അല്പസമയം മുമ്പ് ഈ പ്രതികരണത്തിൽ സംസാരിച്ചത് KGMCTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസ്നാര ബീഗമായിരുന്നു. അവർ പറയുന്നത് ഒരുപാട് നാൾ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത ഡോക്ടർമാർ മാനസിക സമ്മർദ്ദത്തിലാണ്, കുറെ കഴിയുമ്പോൾ അവർ മടുത്തു പോകും, അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് അല്പസമയം മുമ്പ് KGMCTA സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. കാരണം അത്രത്തോളം ഒരു മാനസിക സമ്മർദ്ദം ഈ ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ നേരിടുന്നുണ്ട്. അതാണ് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഹാരിസ് ഹസൻ സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ പങ്കുവച്ചത്. പക്ഷേ ആ പോസ്റ്റ് വളരെ ചർച്ചയാവുകയും വൈകിയെങ്കിലും സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഒരു ഇടപെടൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷിക്കാൻ വിദഗ്ധ സമിതി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധന നടത്തിയിരുന്നു. കൃത്യമായി എവിടെയാണ് പിഴവുണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിദഗ്ധ സമിതി പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വൈകാതെ സർക്കാരിന് സമർപ്പിക്കും. ആ റിപ്പോർട്ട് കൂടി കിട്ടിയ ശേഷമായിരിക്കും അക്കാര്യത്തിൽ പുതിയ തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഹാഷ്മി.